ഇതേപോലത്തെ കുറച്ച് കല്ലും ഇതുപോലത്തെ ഒരു പാത്രം എടുക്കാനുണ്ടോ? സൂക്ഷിച്ചു നോക്കണ്ട. ബിരിയാണിന്റെ അൽഫാമിന്റെ ഒക്കെ കൂടെ അച്ചാർ മൈനീസും കിട്ടുന്ന പാത്രം തന്നെ. ഇത് രണ്ടും വെച്ച് നമുക്ക് ഇതുപോലൊരു കാക്ടസ് പ്ലാന്റ് ഉണ്ടാക്കിയാലോ? ആദ്യം നമുക്ക് പ്ലാന്റ് പോട്ട് സെറ്റ് ആക്കാനായിട്ട് ഈ പാത്രം ഒന്ന് ബ്രൗൺ കളറിൽ പെയിന്റ് അടിച്ചു കൊടുക്കണം. ഇനി കാക്ടസിനെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള സ്റ്റോൺസ് ഇതേപോലെ ഒന്നിനു മുകളിൽ ഒന്നെന്നുള്ള രീതിയിൽ ഗ്ലൂഗൺ യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് താഴെ വെച്ച സ്റ്റോണിന്റെ മുന്നിലും ബാക്കിലും ഓരോ സ്റ്റോൺസും കൂടി ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രപ്പാടില് ഇത് ചെറുതായിട്ടൊന്നും എന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി. പിന്നെ ഗ്ലൂ ഗണ്ണ് വെച്ച് വീണ്ടും ഒട്ടിച്ചെടുത്തു. ഇനി കാക്ടസ് ആണ് തോന്നിക്കാനുള്ള അല്ലറ ചില്ലറ പെയിന്റിങ്സ് ഒക്കെ ചെയ്യാം. തീർന്നില്ല കേട്ടോ. ഇനി കാക്ടസിന്റെ ഫ്ലവർ സെറ്റ് ആക്കാൻ വേണ്ടി ഇതേപോലത്തെ ഇയർബഡ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു ക്ലേ ബോൾ ഉണ്ടാക്കി ഈ ഇയർബഡ്സ് ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇയർബഡ്സ് ക്ലേ ബോളിൽ നല്ലപോലെ നിൽക്കുന്നില്ലെങ്കിൽ കുറച്ച് ഫെവിക്കോളിൽ ഡിപ്പ് ചെയ്തിട്ട് അതിൽ വെച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഫ്ലവർ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് അതിന്റെ ബേസിൽ ഒരു ഗ്രീൻ കളറും കൂടെ പെയിന്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കാക്ടസ് പ്ലാന്റ് സെറ്റ് ആണ്. പിന്നെ അതിന്റെ ബേസിൽ ഞാൻ കുറച്ച് കല്ലും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കാക്ടസ് പ്ലാന്റ് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും മറക്കണ്ട കേട്ടോ.